ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുബൈർ ഹാഷ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ വീടുകൾക്കെല്ലാം എയർ ഹോളിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. നമ്മൾ ആരും ഒരു പ്രാധാന്യം കാണാത്ത ഒന്നാണ് എയർ ഹോൾ. എയർ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാളിൻ്റെ ടോപ്പിൽ സീലിങ്ങിൻ്റെ താഴെയായിട്ട് കൊടുക്കുന്നതാണ്. ഈ റൂം ഫുൾ നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ജിപ്സം സീലിങ്ങിൻ്റെ അടിയിലാണ് നമുക്ക് എയർ ഹോൾ. സാധാരണ എല്ലാവർക്കും ഇത് എയർ ഹോൾ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ജിപ്സം വർക്ക് വരുമ്പോൾ എയർ ഹോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടോപ്പിലത്തെ ഒരു ബ്രിക്സിന്റെ അടിയിലാണ് ഈ എയർ ഹോൾസ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രവാസികളായിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഈ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വീട് എപ്പോഴും അടച്ചിട്ടേക്കുമായിരിക്കും. അപ്പോൾ ഇത് എയർ ഇങ്ങനെ പുറത്തുനിന്ന് എയർ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കയറി ഒരു എയർ സർക്കുലേഷൻസ് ഉണ്ടാവും. വാൾ ക്രാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള എയർ ഉണ്ടാവും. അപ്പോൾ ഇതിനുണ്ടാകുന്ന ഒരു ഡ്രോബാക്സ് എല്ലാവരും പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ഫംഗസ് അല്ലെങ്കിൽ കൊതുകുകളൊക്കെ കയറാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷെ അതിന് നമുക്ക് പുറമെ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് വാങ്ങാൻ കിട്ടും. ആ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഔട്ട് സൈഡിൽ ഞാൻ ആ ക്യാപ്പ് കാണിച്ചു തരാം. ഈ കാണുന്നത് പോലുള്ള എൻഡ് ക്യാപ്പ് വാങ്ങി നമുക്ക് ഇത് അടയ്ക്കാവുന്നതാണ്. ഇത് മോസ്കിറ്റോ നെറ്റാണ് ഇതിൻ്റെ ഔട്ടറിലുള്ളത്. അപ്പോൾ ഇത് പ്രാണികളോ അതുപോലുള്ള എന്തെങ്കിലും ചെറിയ ജീവികളൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു. Hash Constructions. Built with trust.